അപ്സര തിയേറ്ററിൽ നിന്നും അജി കുഞ്ഞുമോനാണ്. അജി, ഇവിടെ പ്രശ്നം വരുൺ എന്ന് പറയുന്ന ആൾ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയാണ്, കയ്യിലിരിപ്പ് ശരിയായിരുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ പിഴവ് സംഭവിച്ചു, ഒരു ക്രിമിനൽ കുറ്റം സംഭവിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ നൈസായിട്ട് പിന്നെ എന്താണ് വേറെ ലോകത്തോട് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിന് 13 വർഷമായിട്ട് അതിൻ്റെ തീ ഉള്ളിൽ പൊറിക്കൊണ്ട് ജീവിക്കുകയാണ് ഒരു മനുഷ്യൻ, ജോർജ് കുട്ടി. അപ്പോൾ ആ തീ ഇറക്കി വെക്കണം, ആ ഭയത്തിൽ നിന്ന് മുക്തമാവണം. അപ്പോൾ അതിന് ഇപ്പം നിയമത്തിന് മുന്നിൽ പിടികൊടുക്കുമോ എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ നിൽക്കുക. അജി, തീർച്ചയായിട്ടും അതിലുപരി ഇന്ന് ലാലേട്ടന്റെ പിറന്നാളാണ് ഹാഷ്മി, ക്രിസ്റ്റീന. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആഘോഷം കോഴിക്കോട് അപ്സര തിയേറ്ററിലുണ്ട്. ഈ അപ്സര തിയേറ്ററിൽ കേക്കൊക്കെ മുറിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടതും ഒപ്പം തന്നെ ലാലേട്ടന്റെ ആത്മസുഹൃത്തുമായ ദീപക് ധർമ്മടമാണ് അവിടെ കേക്ക് മുറിച്ച് ആഘോഷങ്ങളൊക്കെ നടത്തിയത്. ദീപക് ധർമ്മടമുണ്ട്, ഒപ്പം തന്നെ മോഹൻലാൽ ഫാൻസ് ഒന്നടങ്കം തന്നെ എന്നോടൊപ്പം ഉണ്ട്. ദീപക്കേട്ടന്റെ ഉറ്റ ചങ്ങാതിയുടെ ബർത്ത്ഡേ ആണ്, എന്താ പറയാനുള്ളത്? ഹാഷ്മി, ക്രിസ്റ്റീന, ആദ്യം തന്നെ പറയാനുള്ളത് ഈ കോഴിക്കോട്ടെ ലാലേട്ടൻ ഫാൻസുകാർ 2 മുട്ടായി SKN കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാനത് ഹാഷ്മിക്കും ക്രിസ്റ്റീനയ്ക്കും ഇതിലേ അങ്ങോട്ട് തരികയാണ്. ആ 2 മനോഹരമായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർ. ഒരു മുട്ടായി നമ്മളെ വിഷ്ണു അങ്ങോട്ട് തരികയാണ്. മറ്റൊന്ന് ഗംഭീരം, കാരണം ഇപ്രാവശ്യം ഈ ലാലേട്ടൻ്റെ പിറന്നാളിന് ഇരട്ടി മധുരമാണ്. കാരണം ഒന്ന് ലാലേട്ടൻ്റെ പിറന്നാൾ, രണ്ടാമത്തത് ദൃശ്യം. അതായത് നമ്മളെല്ലാം വിസ്മയിപ്പിച്ച ചിത്രമാണ്. നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ എവിടെയാണ് ഈ സിനിമ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. ഞാൻ ഈ ഏറ്റവും ഒടുവിൽ ലാലേട്ടനെ ഈ ദൃശ്യത്തിൻ്റെ സംഘവുമായി ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ലാലേട്ടൻ തന്നെ ജോർജ് കുട്ടിയെ പിടികിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്കിത് സെന്തിൽ രാജേഷ് ഉണ്ട്. സെന്തിൽ രാജേഷ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് ഇവിടുത്തെ. എങ്ങനെയാണ് പടത്തെ തിയേറ്ററുകൾ സ്വീകരിക്കുന്നത്? ഒരു സംശയവുമില്ല, അതൊരു ഏറ്റവും എനിക്ക് തോന്നുന്നു ദൃശ്യം സീരീസിൽ ഏറ്റവും വലിയ വിജയിരിക്കും ഈ സിനിമ. നേരത്തെ ദീപക്കേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ എന്താ വെച്ചാൽ ഇന്ന് ലാലേട്ടൻ്റെ ഒരു ഇരട്ടി മധുരമുള്ള ഒരു ദിവസമാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമയും പിറന്നാൾ ഒത്തു വരിക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. പിറന്നാൾ ഒത്തു വന്നാലും അത് റിലീസ് ഡേറ്റ് വരിക എന്നുള്ളത് അതാണ് ഒത്തുചേരല്, അതാണ് അത്യപൂർവ്വം. അതിനാണ് ലാലേട്ടൻ അതിനെ കുറിച്ച് പറഞ്ഞത്, അശ്മി നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് ഒരു ദൈവാനുഗ്രഹമാണെന്നാണ്. കാരണം റിലീസും പിറന്നാളും ഒരുമിച്ച് വരിക എന്നുള്ളത്. ഇതാ ടിൻഡു മാത്യു ഉണ്ട്, ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഈ ഫാൻസിന് കിട്ടിയ ഒരു മഹാഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും, കാരണം നമ്മൾ കോഴിക്കോട്ട് ഭാഷയിൽ പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാൾ ഒന്നിച്ചു വന്ന ഒരു ആവേശത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇവിടെ ഒരു പൂരം തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുക്കിയിട്ടുള്ളത്. ഇനി സിനിമ കഴിഞ്ഞാലും വലിയ പൂരത്തിലേക്ക് ഞങ്ങൾ പോകും. ആഷ്മി, മലബാർ ഭാഷയിൽ ഈ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ പിറന്നാളിന്. ഇവിടെ കേക്ക് കട്ടിംഗ് മാത്രമല്ല, കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ലാൽ ഫാൻസ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.